അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മാർജിനും പാഡിങ്ങുമാണ്. മാർജിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ നാല് സൈഡിൽ ടോപ്പിൽ, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റിൽ അവിടെ നമ്മൾ മാർജിൻ എഴുതിയിട്ട് നടുക്കല്ലേ നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ പുറത്ത് വർക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിവ് അടുത്ത് അതിനൊരു പി എന്ന് പറയുന്ന ടാഗിൽ കുറച്ച് പാരഗ്രാഫ്. ഓക്കെ, ഈ ഡിവിന് ഞാൻ മാർജിൻ എന്ന് കൊടുത്ത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഞാനൊരു ഡിവ് ഇട്ട് അതിനകത്തൊരു പാരഗ്രാഫ് ടാഗ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കുറച്ച് പാരഗ്രാഫ് കൊടുത്ത് ആ ഡിവിന് ഞാൻ ക്ലാസ് മാർജിൻ എന്ന് കൊടുത്ത്. ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഡോട്ട് മാർജിൻ. അതിന് ഞാനൊരു ബോർഡർ പറഞ്ഞു കൊടുക്കാവേ. ബോർഡർ 1px ആണ്. px സോളിഡ് ബ്ലാക്ക്. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളറ് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇൻസ്പെക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ കോഡിൽ കാണിക്കാം. മാർജിന് അടിവ് സെലക്ട് ചെയ്ത് അതിനകത്ത് പി വേണ്ട. ഇവിടെ നമ്മൾക്ക് വന്നിട്ടുണ്ട്. സ്റ്റൈലിനകത്ത് മാർജിൻ ക്ലാസ് നമ്മൾ ബോർഡർ കൊടുത്തത്. ഈ ടിക്ക് മാറ്റുമ്പോൾ ബോർഡർ പോയി, പാഡിങ്ങും പോയി. ഓക്കെ, ഇനി നമുക്ക് മാർജിൻ കൊടുക്കാം. മാർജിന് 4 വാല്യൂസാണ് ഉള്ളത്: ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം. ഞാൻ ലെഫ്റ്റ് ഒരു 10% കൊടുക്കുമ്പോൾ ലെഫ്റ്റിലോട്ടൊരു 10% കണ്ടോ മൂവായി. മനസ്സിലായോ? ഇനി അടുത്ത് ഞാൻ മാർജിൻ ടോപ്പ് കൊടുക്കാം. മാർജിൻ ക്യാപ്സ് ലോക്ക് ഓൺ ആയതാണ്. മാർജിൻ ടോപ്പ് ഒരു മാർജിൻ ടോപ്പ് 10% ഉണ്ടോ? ടോപ്പിൽ നിന്ന് നീങ്ങുന്നതാണ് മാർജിൻ 10%. ഇതൊക്കെ എവിടെ? ഈ ഡിവിന് വെളിയിലാണ് വർക്കായത്. ലെഫ്റ്റ് നീങ്ങിയപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മാർജിൻ ലെഫ്റ്റ് വർക്കായത്. ടോപ്പ് ആകുമ്പോൾ ഇവിടെ മേളിൽ നിന്ന് താഴോട്ട്, ബോട്ടം ആകുമ്പോഴോ താഴെ നിന്ന് മേളിലോട്ട്, താഴെ വരാൻ വേണ്ടിയിട്ടാണ് ബോട്ടം വർക്കാവുന്നത്. ഇനി റൈറ്റ് ആകുമ്പോഴോ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. നിങ്ങളിത് ചെയ്ത് നോക്കണവേ. ലെഫ്റ്റ്, ടോപ്പ്, റൈറ്റ് നോക്കണം. ഇനി ഞാനിപ്പം ഇവിടെ കാണിച്ചു തരാം. മാർജിൻ ഞാൻ ടോപ്പ് ഒരു 10%, മാർജിൻ ബോട്ടം ഒരു 10%, മാർജിൻ റൈറ്റ് ഒരു 10%, മാർജിൻ ലെഫ്റ്റ് ഒരു 10%. കണ്ടോ? ലെഫ്റ്റിൽ നിന്ന് 10%, റൈറ്റിൽ നിന്ന് 10% ആണ്, ടോപ്പിൽ നിന്ന് 10%, ബോട്ടമിൽ നിന്ന് 10% ആണ്, റൈറ്റിൽ നിന്ന് 10%, ലെഫ്റ്റിൽ നിന്ന് 10%. കണ്ടോ? ഈ ടിക്ക് മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. റൈറ്റിൽ നിന്ന് മാറിയത്. ഇതാണ് മാർജിൻ ടോപ്പ്, ബോട്ടം, റൈറ്റ്. ഇത് നമുക്ക് ഓരോന്നും ഇങ്ങനെ ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ മാർജിൻ എന്ന് മാത്രം കൊടുത്തിട്ട് 4 വാല്യൂസിനെ നമുക്ക് ഒരുമിച്ചും പാസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാവേ.
ഞാൻ കമൻറ്റ് ചെയ്യട്ടെ. മാർജിൻ എന്ന് പറഞ്ഞിട്ട് 4 വാല്യൂസിനെ നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ഇപ്പോൾ PX ഇട്ട് കാണിച്ചു. 25 PX ആദ്യത്തത്, 25 PX, 50 PX, സ്പേസ് ആണേ കോമയൊന്നും വേണ്ടായേ. പിന്നെ 75 PX, പിന്നെ 100 PX. ഇതിനകത്ത് ആദ്യത്തെ 25 PX ടോപ്പിനെയും രണ്ടാമത്തെ 50 PX റൈറ്റിനെയും പിന്നെ 75 PX റെപ്രസെൻ്റ് ചെയ്യുന്ന ബോട്ടത്തിനെയും 100 PX റെപ്രസെൻ്റ് ചെയ്തത് ലെഫ്റ്റിനെ ആയിരിക്കും. ഞാൻ അത് ഇൻസ്പെക്റ്റിലിട്ട് കാണിച്ചു തരാവേ. ആദ്യത്തത് ടോപ്പ്, രണ്ടാമത്തത് 50 PX ആകുമ്പോൾ റൈറ്റ് ആണേ. കണ്ടോ, റൈറ്റിൽ നിന്നാണ് മാറിയത്. 75 PX ബോട്ടം, 100 PX ലെഫ്റ്റുമാണ്. അപ്പം 100 ജാമെട്രി 10 PX കണ്ടോ കൂട്ടിക്കൊടുക്കുമ്പോൾ. ആദ്യത്തത് ടോപ്പിനെയും രണ്ടാമത്തത് റൈറ്റിനെയും മൂന്നാമത്തത് ബോട്ടത്തിനെയും നാലാമത്തത് ലെഫ്റ്റിനെയും ആയിരിക്കും. ഞാൻ ഇവിടെ വേണമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തിടാവേ. ആദ്യത്തെ വാല്യൂ ടോപ്പ്, കോമ, രണ്ടാമത്തെ വാല്യൂ റൈറ്റ്, കോമ, മൂന്നാമത്തത് ബോട്ടം, നാലാമത്തത് ലെഫ്റ്റ്. ഓക്കെ, ഇങ്ങനെയും കൊടുക്കാം. ഇനി വേറൊരു രീതിയിൽ കൊടുക്കുന്നത് കൂടെ കാണിച്ചു തരാം. താഴെ ഇട്ടെ. നമുക്ക് 3 വാല്യൂസ് ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. അപ്പം മാർജിൻ എന്ന് കൊടുത്തിട്ട് ആദ്യത്തെ വാല്യൂ 25 PX, രണ്ടാമത്തെ വാല്യൂ 50 PX, മൂന്നാമത്തെ വാല്യൂ 75 PX കൊടുക്കും. അപ്പം ഇതിൽ ആദ്യത്തെ വാല്യൂ ടോപ്പിനെയും രണ്ടാമത്തെ 50 PX റൈറ്റിനെയും ലെഫ്റ്റിനെയും 75 PX ബോട്ടത്തിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്ത്. ഞാൻ കാണിച്ചു തരാം. ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ വാല്യൂ എന്തിനായിരുന്നു? ആദ്യത്തെ വാല്യൂ ടോപ്പിനെ. അപ്പം ഞാൻ ടോപ്പിനെ കാണിച്ചു തരാം. കണ്ടോ, മേളിൽ താഴോട്ട് വരുന്നത്. ആദ്യത്തെ വാല്യൂ ടോപ്പിനെയും രണ്ടാമത്തെ 50 PX എന്തിനെയാണ്? രണ്ടാമത്തെ 50 PX റൈറ്റിനെയും ലെഫ്റ്റിനെയുമാണ്. കണ്ടോ, റൈറ്റ് ലെഫ്റ്റ് മാറിപ്പോകുന്നത്. ഞാൻ ഇവിടെ ഇൻസ്പെക്റ്റിലാണേ മാറ്റുന്നത്. മൂന്നാമത്തെ വാല്യൂ ബോട്ടത്തിനെ ആയിരിക്കും. ഞാൻ അതൊന്നും കൂടെ താഴെ കൊടുക്കാവേ. ആദ്യത്തെ വാല്യൂ ടോപ്പിനെയും രണ്ടാമത്തെ വാല്യൂ റൈറ്റിനെയും ലെഫ്റ്റിനെയും മൂന്നാമത്തെ വാല്യൂ ബോട്ടം. അടുത്ത് നമുക്ക് 2 വാല്യൂസ് ആയിട്ടും കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് മാർജിൻ ആദ്യത്തെ വാല്യൂ 25 PX, രണ്ടാമത്തെ വാല്യൂ ഞാനൊരു 50 PX. അതിനകത്ത് 25 PX റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോപ്പിനെയും ബോട്ടത്തിനെയും, 50 PX റെപ്രസെൻ്റ് ചെയ്യുന്നത് ലെഫ്റ്റിനെയും റൈറ്റിനെയും. ഞാൻ ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. 25 PX എന്തിനായിരുന്നു? ടോപ്പിനെയും ബോട്ടത്തിനെയും. 50 PX ലെഫ്റ്റിനെയും റൈറ്റിനെയും. ഞാൻ അത് താഴെ കൊടുക്കാവേ. ആദ്യത്തെ വാല്യൂ ടോപ്പും ബോട്ടം, ടോപ്പ് സ്കോർ ബോട്ടം. രണ്ടാമത്തെ വാല്യൂ ലെഫ്റ്റും റൈറ്റ്. ഇനി നമുക്ക് മാർജിൻ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വാല്യൂ മാത്രം പാസ് ചെയ്ത് കൊടുക്കാം. അത് 4 സൈഡിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം മാർജിൻ ഞാൻ ഒരു 50 PX. മനസ്സിലായാലേ? ഇതിനകത്തൂടെ ഇൻസ്പെക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ടോപ്പിൽ നിന്നും ബോട്ടമിൽ നിന്നും എല്ലാം എന്തോ എടുക്കുന്നത് 50 PX. ഞാനിപ്പോൾ കൂട്ടി 107 PX ആക്കി കൊടുത്തേ. കണ്ടോ, കൂടുമ്പോൾ മനസ്സിലാവുന്നില്ലേ? 4 സൈഡിൽ നിന്ന് ഇത് കൂടുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ ഇപ്പം ചെയ്തത്
ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്ത് ആ ഡിവിന് ഞാൻ മാർജിൻ എന്നും പറഞ്ഞ ക്ലാസ് കൊടുത്ത് അതിലുള്ളിലൊരു പാരഗ്രാഫ് കൊടുത്ത് CSSൽ ഞാൻ മാർജിൻ ആ ക്ലാസ്സിനെ കോൾ ചെയ്ത് അതിനൊരു ബോർഡർ കൊടുത്ത് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത്. മാർജിൻ എന്ന് പറയുമ്പം ഒരു ഡിവിന് പുറത്ത് വർക്കാവുന്നതാണ് മാർജിൻ എന്ന് പറയുന്നത്. അതിന് 4 വാല്യൂസാണുള്ളത്: ടോപ്പ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ്. അത് നമുക്ക് മാർജിൻ ടോപ്പ്, മാർജിൻ ബോട്ടം, മാർജിൻ റൈറ്റ്, ലെഫ്റ്റ് എന്നും പറഞ്ഞ് വിളിക്കാം. അടുത്തത് നമുക്ക് 4 വാല്യൂസിനെയും ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോപ്പ്, രണ്ടാമത്തത് റൈറ്റ്, മൂന്നാമത്തത് ബോട്ടം, നാലാമത്തത് ലെഫ്റ്റ്. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഈ മാർജിന് 3 വാല്യൂസ് മാത്രമായിട്ട് കൊടുക്കാം. അപ്പം അതിൽ ആദ്യത്തെ വാല്യൂ ടോപ്പിനെ മാത്രവും, രണ്ടാമത്തത് റൈറ്റിനെയും ലെഫ്റ്റിനെയും, മൂന്നാമത്തത് ബോട്ടത്തെ ആയിരിക്കും. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് 2 വാല്യൂസ് മാത്രമായിട്ടും കൊടുക്കാം. അതിൽ ആദ്യത്തെ വാല്യൂ ടോപ്പും ബോട്ടവും, മൂന്നാമത്തെ വാല്യൂ ലെഫ്റ്റും റൈറ്റും ആയിരിക്കും. ഇനി അടുത്ത രീതി എന്ന് പറയുമ്പോൾ ഒരൊറ്റ വാല്യൂ ആയിട്ട് മാത്രം നമുക്ക് കൊടുക്കാം. അത് 4 സൈഡിനെയും റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ മാർജിൻ. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഇനി നമുക്ക് ഈ ഒരു ഡിവിനെ സെൻറ്റർ എത്തിക്കാം. അതും കൂടെ ഞാൻ കാണിച്ചു തരാവേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിവിനൊരു വിഡ്ത്ത് പറഞ്ഞു കൊടുക്കാം. വിഡ്ത്ത് ഒരു 500 px. സോറി, നംലോക്കായിരുന്നേ. 500 px. എന്നിട്ട് ഞാൻ ഇവിടെ ഇൻസ്പെക്റ്റിനകത്ത് കാണിച്ചു തരാവേ. ഓക്കെ, വിഡ്ത്ത് പറഞ്ഞു കൊടുത്ത്. ഇനി എനിക്ക് ഈ ഡിവിനെ ഇവിടെ സെൻറ്ററിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് മാർജിൻ ഓട്ടോ. കണ്ടോ, മാർജിൻ ഓട്ടോ വിളിച്ചപ്പോൾ ആ ഒരു ഡിവ് സെൻറ്ററിൽ വന്നത്. ഓക്കെ, ഒരു ഡിവിനെ സെൻറ്ററിൽ കൊണ്ടുവരുന്നത് ഇങ്ങനെ. ഇനി പാഡിങ് ആണ് ഇനി അടുത്ത പ്രോപ്പർട്ടി. ഇനി അടുത്തത് പാഡിങ് ആണ്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഡിവിനകത്ത് തന്നെ ഇട്ടുതരാം. ഈ പാഡിങ്ങും 4 വാല്യൂസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്: ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്. പാഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ ഈ എലമെൻറ്റിൻ്റെ അകത്ത് ഒരു സ്പേസ് അറൗണ്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പാഡിങ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ കാണിച്ചു തരാവേ. പാഡിങ് ലെഫ്റ്റ് മാത്രം ഇട്ടൊരെണ്ണം കാണിച്ചു തരാം. ലെഫ്റ്റ് ഒരു 10 px. കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ മാത്രം സ്പേസ് വന്ന കണ്ടോ. അതുപോലെ അടുത്ത പ്രോപ്പർട്ടിയാണ് പാഡിങ് റൈറ്റ് എന്ന് പറയുന്നത്. അതൊരു 10 px ഇട്ട് കാണിച്ചു തരാം. റൈറ്റിൽ കണ്ടോ സ്പേസ് അറൗണ്ട് ചെയ്തേക്കുന്നത് ഇവിടെ റൈറ്റിൽ. പാഡിങ് ലെഫ്റ്റ് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്പേസ് വന്ന് റൈറ്റ് സൈഡിൽ സ്പേസ് വരാൻ വേണ്ടി പാഡിങ് റൈറ്റ്. അടുത്തത് അതുപോലെ തന്നെ ടോപ്പും ബോട്ടവും ഉണ്ട്. പാഡിങ് ടോപ്പ് 10 px. നിങ്ങൾ എപ്പോൾ സ്റ്റൈൽ ചെയ്താലും ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് കാണാമല്ലോ ചെയ്യുന്നത് എങ്ങനെ എന്തോ വരുന്നതെന്നുള്ള മാറ്റങ്ങളൊക്കെ. പിന്നെ ഇത് കോഡിനകത്തോട്ട് കോപ്പി ചെയ്താൽ മതിയല്ലോ. പാഡിങ് ടോപ്പ് പറയുമ്പോൾ മേളിലാണ്, പാഡിങ് ബോട്ടം പറയുമ്പോൾ എന്തുവാ താഴെ. ബോട്ടം ഒരു 10 px കണ്ടോ താഴെ. അപ്പം ഇതിനെല്ലാം നല്ലത് നമുക്ക് പാഡിങ് എന്ന് പറഞ്ഞ ഒരൊറ്റ വാല്യൂ പാസ് ചെയ്ത് പോകത്തില്ലേ. നേരത്തെ കൂട്ടന്നെ മാർജിൻ പറഞ്ഞോട്ട് തന്നെ ഇതിന് 4 വാല്യൂസ് ഒരുമിച്ച് കൊടുക്കാം. ഒരൊറ്റ വാല്യൂ ആയിട്ട് പാസ് ചെയ്യുമ്പോൾ എന്തോ 4 സൈഡിനെയും പറ്റും. 3 വാല്യൂസ് ആയിട്ട് കൊടുക്കാം. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ ഒരൊറ്റ വാല്യൂ ആയിട്ട് കാണിച്ചു തരാം. ഒരു 25 px ഇടുവാണെങ്കിൽ 4 സൈഡിലും വന്ന്. ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് അലൈൻ സെൻറ്ററൊക്കെ വിളിക്കാം. ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഈ ടെക്സ്റ്റിനെ സെൻറ്റർ വരാൻ വേണ്ടിയിട്ടുള്ള. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എൻഡ് വരും, ജസ്റ്റിഫൈ കണ്ടന്റ് ലെഫ്റ്റ് വരും, റൈറ്റ് വരും, സ്റ്റാർട്ട് വരും. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ടെക്സ്റ്റ് അലൈൻ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഈ ടെക്സ്റ്റിനെ സെൻറ്റർ വരാൻ വേണ്ടി സെൻറ്റർ, എൻഡ് വരാൻ വേണ്ടി എൻഡ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി,
ജസ്റ്റിഫൈ കണ്ടൻറ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ലെഫ്റ്റിന് ലെഫ്റ്റ്, റൈറ്റിന് റൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ആദ്യം നമ്മൾ മാർജിനും പാഡിങ്ങും നോക്കി. മാർജിൻ എന്ന് പറയുമ്പോൾ ഒരു ഡിവിൻ്റെ പുറത്ത് വർക്കാവുന്നത്, അതിന് 4 വാല്യൂസാണുള്ളത്: ടോപ്പ്, റൈറ്റ്, ലെഫ്റ്റ്, ബോട്ടം. പിന്നെ ആ മാർജിനകത്ത് തന്നെ ആ ഒരു ഡിവിനെ നമുക്ക് സെൻറ്റർ കൊണ്ടുവരാനും പഠിച്ച്, അതങ്ങനെ ഒരു വിട്ട് പറഞ്ഞു കൊടുത്തിട്ട് മാർജിൻ ഓട്ടോ വിളിക്കുമ്പോൾ ആ ഒരു ഡിവിനെ നമ്മൾ സെൻറ്റർ കൊണ്ടുവന്ന്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് പാഡിങ് ആണ്. അതിനും 4 വാല്യൂസാണുള്ളത്: ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്. പാഡിങ് എന്ന് പറയുമ്പോൾ ഡിവിനുള്ളിൽ ഒരു സ്പേസ് വരുന്നതിന് വേണ്ടിയിട്ടാണ് പാഡിങ് പഠിച്ചത്. അതും നമുക്കിങ്ങനെ 4ആയിട്ട് കൊടുക്കാൻ പറ്റും, ഒറ്റ വാല്യൂ ആയിട്ട് കൊടുക്കാൻ പറ്റും, 3 വാല്യൂസായിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കണമേ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് ആ കോഡ് കോപ്പി ചെയ്താൽ മതി.